ഈ സമൂഹം നിലനിൽക്കാൻ ആരെങ്കിലും പ്രസവിക്കണം, ആരെങ്കിലും ജോലിക്ക് പോകണം, എല്ലാവരും എല്ലാം ചെയ്യാന്നുള്ളത് പ്രായോഗികമേ അല്ല. അതിന് മനുഷ്യരാശിയുടെ തുടക്കം മുതൽ പടച്ചറബ് നിശ്ചയിച്ചതാണ് വിവാഹം. നമ്മൾ ഇറങ്ങി ഓടാൻ പറ്റൂല അതിൽ നിന്ന്. ഉമ്മനെ ജോലിക്ക് പറഞ്ഞയക്കുക, വാപ്പ കുഞ്ഞിനെ നോക്കിയിരിക്കുക, എത്ര ദിവസം മുന്നോട്ട് പോകും? നമുക്ക് ജോലി പോകുമ്പോൾ എന്തൊക്കെ പരിമിതികളുണ്ട്. ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിൻ്റെ മുമ്പ് 4:30-5 മണിക്ക് പോയി നിൽക്കും. അവിടുന്ന് ഇറങ്ങുന്ന ആൺജീവനക്കാർ വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞ് മത്സ്യത്തിന് വില ചോദിച്ച് ആനമയിലൊട്ടകം കണ്ട് റാഹത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. അവിടുന്ന് ഇറങ്ങണ സ്ത്രീ ജീവനക്കാരോ വാച്ചിലേക്ക് നോക്കും ഓടും, വാച്ചിലേക്ക് നോക്കും ഓടും, ഓടന്നെ ഓട്ടം. കാരണം ബസ് പിടിച്ചിട്ട് വേണം, ചെന്നിട്ട് വേണം അതുവരെയുള്ള വയ്യാണ്ട കിടക്കണ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ഒക്കെ ഡ്രസ്സുകൾ ശരിയാക്കാൻ, മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് യൂണിഫോം ശരിയാക്കാൻ, പിന്നെ ഭക്ഷണം തയ്യാറാക്കാൻ, കുളിക്കാൻ ഒരുക്കാൻ, റൂം വൃത്തിയാക്കാൻ, എല്ലാ പരിപാടികളും. എന്നിട്ടോ ഒരു 11-11:30 ഉറങ്ങും. 3 മണിക്ക് എണീറ്റാലേ കുട്ടികൾക്കുള്ള സ്കൂൾക്ക് പറഞ്ഞേക്കാനുള്ള ഫുഡ് റെഡിയാക്കാൻ പറ്റുള്ളൂ, അവരുടെ ഡ്രസ്സ് അയൺ ചെയ്യാൻ പറ്റുള്ളൂ. രാവും പകലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓഫീസിലവർക്കും വീട്ടിലവർക്കും ചെയ്തുകൊണ്ടേയിരിക്കും. ഇരട്ടി ഭാരം വരും. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് നീ വീടകത്തെ രാജ്ഞിയാകുന്നു. ഇനി ജോലിക്കൊരു സ്ത്രീ പോയി സങ്കല്പിക്കുക, ജോലി സ്ഥലങ്ങളിൽ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നത് പോലെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കുക. എത്രമേൽ പീഡനങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട് പുരുഷ പീഡനം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തു? ഒരു 4-5 കരാട്ടയൊക്കെ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത സ്ത്രീകൾ ചേർന്നിട്ട് ഒരു ആരോഗ്യമുള്ള പുരുഷനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് വെറുതെ സങ്കല്പിക്കണേന് തകർക്കടൊന്നുമില്ലല്ലോ. അടിപൊളി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്ത 4 പെണ്ണുങ്ങൾ ചേർന്നിട്ട് ഒരു പുരുഷനെ കിഡ്നാപ്പ് ചെയ്തു, അങ്ങനെ സ്വകാര്യമായൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഇനി എങ്ങനെ ഇവര് വിചാരിച്ചാൽ ഇവനെ പീഡിപ്പിക്കാൻ പറ്റുക? പീഡിപ്പിക്കൽ മീൻസ് ഇടികുത്തൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായി കാണുമല്ലോ. സെക്സൽ ഹറാസ്മെന്റ്. എങ്ങനെ ഇയാളെ പീഡിപ്പിക്കാൻ പറ്റുക? നെയ്ക്കഡായിട്ട് അയാളൊരു ബെഡിൽ ഒരു കട്ടിലിൽ മലത്തി കടത്തി എന്നൊക്കെ വെക്കുക, എങ്ങനെ പീഡിപ്പിക്കാൻ പറ്റുക? ഒരാളെ വിചാരിക്കണം, അല്ലാതെ പീഡിപ്പിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഒരു സ്ത്രീയാണ് ഇതിന് വിധേയാവുന്നതെങ്കിലോ അവരെ എന്തെങ്കിലും സമ്മതം പുരുഷൻ ആവശ്യമുണ്ടോ? അവരുടെ എന്തെങ്കിലും സമ്മതം പുരുഷൻ ആവശ്യമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെയാണ് പ്രകൃതിയോ ദൈവോ അള്ള എന്ത് പേരിട്ടാലും തിരക്കടില്ല. ആണിന്റെയും പെണ്ണിന്റെയും സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് സ്വാതന്ത്ര്യം വേണം. എവിടെ? അവളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ജോലി അവൾക്ക് കൊടുക്കരുത്, വല്ലാതെ ജോലി കൊടുക്കരുത്. അവളുടെ ശരീരം മൃദുവാണ്, അത് സംരക്ഷിക്കപ്പെടണം. അമ്മന്റെ തെരഞ്ഞെടുപ്പ് അടക്കാണ് അല്ലേ? അമ്മന്റെ കുലറ്റികൾക്കൊന്നും അങ്ങനെ അറിയില്ല. സിനിമാ താര സംഘടനകളാണ്, സിനിമാ താരന്മാരുടെ സംഘടനയാണ് അമ്മ. അതിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുക്കാൻ ഒരു സിനിമ പെണ്ണ് വന്നു. പർദ്ദട്ടിട്ട് നിക്കാബൊക്കെ ഇട്ടിട്ട് ഹജ്ജിന് പോകാൻ തോന്നും, ഉംറക്ക് പോകാൻ തോന്നും. ഓള് വന്നതിനാ? അമ്മന്റെ പ്രസിഡന്റ് ആവാൻ മത്സരിക്കാനുള്ള നോമിനേഷൻ കൊടുക്കാനാണ്. എല്ലാവരും അന്താളിച്ചു, സ്വാഭാവികം. അവർ പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞേ? ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നെ ശാരീരികമായും സംസാരപരമായും പീഡിപ്പിക്കാതിരിക്കാൻ ഏറ്റവും നല്ല സുരക്ഷാ കവചം അതാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഇവർക്കെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. നമുക്കറിയാലോ ഹേമ കമ്മീഷനൊക്കെ. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നാ അവർ പറയണത്. അഭിനയത്തിൽ തുടരണമെങ്കിൽ ഞങ്ങൾ വന്ന് വാതിൽ മുട്ടുമ്പോ തുറക്കണം എന്നും വാക്യം പറയണ്ടല്ലോ, നിർബന്ധിച്ചു. അല്ലെങ്കിൽ 19 പ്രാവശ്യം ഷോട്ട് എടുത്തിട്ട് പീഡിപ്പിച്ചു എന്നാണ്. ആത്മഹത്യയൊക്കെ 19 പ്രാവശ്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 19 അല്ല 900 വട്ടം ചെയ്താലും സിനിമയിലെ പെണ്ണ് അവിടെ തന്നെ ഉണ്ടാവും. അവൾക്ക് ഇനി വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ജീവിതം അങ്ങനല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇടക്ക് പറഞ്ഞു. ഇതിനെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. സെക്സൽ ഹറാസ്മെന്റിനെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. അവസാന ഹേമ കമ്മീഷന്റെ എല്ലാ റിപ്പോർട്ടും പിൻവലിക്കുകയാണ് ചെയ്തത്. ഇവരടിയിൽ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷാ കവചം വേണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഓലടിയിൽ കൂടി വന്നിട്ട് പത്രിക സബ്മിറ്റ് ചെയ്ത് പോകുമ്പോൾ തടി കേടാവാതിരിക്കാൻ, കമന്റ് അടിക്കാതിരിക്കാൻ, അവർ പറഞ്ഞ വേർഡ്സാണ്, ഇത്തിരി അശ്ലീലുണ്ട് അതിൽ.
എനിക്ക് നല്ലത് പർദ്ദയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആരായിരിക്കുമല്ലോ സ്ത്രീജനങ്ങളുടെ ഡ്രസ്സ് അയക്കണമെന്ന് തീരുമാനിച്ചത്? പെണ്ണുങ്ങളാണോ? അല്ല. വസ്ത്രവ്യാപാരികൾ പെണ്ണുങ്ങളാണോ? സിനിമയിലെ ഡയറക്ടർമാർ പെണ്ണുങ്ങളാണോ? സിനിമയിലെ നിർമ്മാതാവ് പെണ്ണാണോ? പൊതുവേ അല്ല. ആരായിരിക്കുമല്ലോ ഒരു ആണിന് എക്സിക്യൂട്ടീവ് ലുക്കായിട്ട് ഫുൾ സ്ലീവ് ഷർട്ടും നല്ല ഇൻസൈഡ് ചെയ്തിട്ടുള്ള കുപ്പായവും പാൻസും ഷൂയും സോക്സും. ഇനി ഇവിടെ തിരി കാണരുത് നിർത്തിയിട്ട് എം കൃഷ്ണൻ നായരൊക്കെ പറയുന്നത് പോലെ ഒരു കണ്ട കൗബീനിയൊക്കെ വെച്ചതാരാ? പുരുഷൻ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഇങ്ങനെ, സ്ത്രീ ആണെങ്കിലോ സ്ലീവ്ലെസ് ഷർട്ടാവണം. വയറിന്റെ അടിയിക്ക് ഇങ്ങോട്ട് കഷ്ടിച്ചെത്താനേ പാടുള്ളൂ ഡ്രസ്. ഒട്ടിപ്പിടിച്ച് എന്തെങ്കിലും ഒരു ട്രൗസറോ അല്ലെങ്കിൽ മുട്ടുവരെയുള്ള ഒരു പാൻസോ അതന്നെ പലയിടത്തും പൂച്ച മാന്തിയതുപോലെ കീറി കിട്ടിയാൽ അതിവിശിഷ്ടം. ഇങ്ങനത്തെ പെണ്ണ് ഓഫീസിലൂടെ നടക്കണം എന്നത് ആരുടെ താല്പര്യമാണ്? സ്ത്രീകൾ നോക്കണ്ടേ? ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ കയറിയിട്ട് അന്തം വിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ മതി. ഇങ്ങനെ ഒരു സ്ത്രീ അങ്ങാടിയിലൂടെ നടക്കണം എന്നത് ആരുടെ താല്പര്യമായിരിക്കും? ആർക്കായിരിക്കും ഇതിൽ കാണുന്നതിൽ ഇക്കിളി വരുന്നത്? ആർക്കായിരിക്കും അവരുടെ ഈ ലൈംഗിക ദാരിദ്ര്യം മൂലം ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത്? ആർക്കായിരിക്കും? ഈ ഫ്രോഡുകളാവുന്ന പുരുഷന്മാർക്ക്. എന്നിട്ട് അവര് വെക്കുന്ന ഡ്രസ്സിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയെ, അവര് വരയ്ക്കുന്ന രീതിയിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ചു കളയേ. പാടില്ലെന്നറിയണം. അതാണ് ബുദ്ധി. ഒരു പെണ്ണ് ജോലിക്ക് പോയി, ആ പെണ്ണിന് ഇടക്കിടക്ക് കുഞ്ഞിന് പാലെടുക്കാൻ വരേണ്ടി വരും. തീർച്ചയായിട്ടും നേരാവണ്ണം മൂത്രയിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് വീടെത്തേണ്ടി വരും. ഈ ടെക്സൈസിലൊക്കെ നിൽക്കുന്ന സ്ത്രീജനങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ മൂത്രയിക്കാതെ പിടിച്ചു നിൽക്കുന്നു. അത് കാരണം മൂത്രത്തിൽ പഴുപ്പ് വരുന്നു, കിഡ്നിക്ക് അസുഖം വരുന്നു എന്നാണ് പറയണത്. അവർക്ക് പറ്റും വിധത്തിലൊരു ടോയ്ലറ്റ് കിട്ടണമെങ്കിൽ വീട്ടിലേക്ക് ഓടി വരേണ്ടി വരും. പിന്നെ എങ്ങനെ ജോലി ഇതും കൂടി പോവാ? പോട്ടെ, ഗർഭകാലത്ത് മാസങ്ങളോളം ലീവ് എടുക്കേണ്ടി വരും. ജോലി മുടങ്ങൂലേ? പ്രസവിച്ചു കിടക്കുമ്പോൾ സ്വാഭാവികമായും ഏതാനും ദിവസങ്ങളും മാസങ്ങളും ലീവ് വേണ്ടി വരും. മുടങ്ങൂലേ? ഈ കുഞ്ഞിനെ പരിചരിക്കാൻ ഉമ്മ വേണ്ടേ? വാപ്പ തൊട്ടിയിലാട്ടിയത് കൊണ്ട് കുട്ടിക്ക് യഥാർത്ഥ വളർച്ച കിട്ടുമോ? അതാണ് പ്രകൃതിയുടെ നിയമം തന്നെ കുടുംബപരമായ ജീവിതമാണെന്ന് ഞാൻ പറഞ്ഞത്. അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വലിയ സാധ്യതകളുണ്ട്. പരിശുദ്ധ ദീൻ പഠിക്കാനുള്ള നല്ല മാർഗങ്ങളുണ്ട്. വിശുദ്ധമായ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. നമുക്ക് നേതൃത്വം നൽകാൻ വലിയ സയ്യിദുമാരും ആലിമീങ്ങളുണ്ട്. ഇവിടെ നടക്കുന്ന ദർസ് ഈ കുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ളതല്ല. നമ്മുടെ ഉസ്താദുമാരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നാട്ടുകാരും അവിടെയുള്ള സ്ത്രീകളും ജനങ്ങളും ഒക്കെ ദീന് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളൊക്കെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ നകളിപ്പുകളെല്ലാം തീർന്ന് നമ്മൾ റബ്ബിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം വരും. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ച സൂക്തം സൂറത്തു അൽ-ബഖറയുടെ 281 വചനം. അത് പരാമർശിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ്. ആ ദിവസം ഏത് കുബേരനും വരും, ഏത് കുചേലനും വരും, ദരിദ്രവാസിക്ക് വരും, സമ്പന്നന് വരും, അധികാരിക്ക് വരും. എല്ലാവരും വന്ന് റബ്ബിന്റെ മുമ്പിൽ എല്ലാ നകളിപ്പും അഹങ്കാരവും മാറ്റിവെച്ച് സമ്പൂർണമായി കീഴൊതുങ്ങും. ആ ദിനം വരുമ്പോഴേക്ക് എപ്പോൾ വിളിക്കപ്പെട്ടാലും നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയണം. അവനാണ് വിശ്വാസി. അൽ മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ അവനാണ്. അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണ്? അവൻ അവൻ്റെ ആത്മാവിനെ നിയന്ത്രിച്ചു, തോന്നിയാസങ്ങളിൽ നിന്ന് മാറ്റി, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റയിലുമായിട്ട് സമയം കൊല്ലുന്നതിൽ നിന്ന് മാറി നിന്നു. ചാറ്റ് ചെയ്തുകൊണ്ട് പ്രണയം ഉണ്ടാക്കി, അതിൽ നിന്ന് അവൻ മാറി നിന്നു. വൃത്തികേട് കണ്ടുകൊണ്ടിരുന്നു, അതിൽ നിന്ന് മാറി. സുബൈക്ക് എഴുന്നേറ്റിട്ട് പോലും 2 ജുസ് അവൻ വാട്സാപ്പ് ഓതി, ഫേസ്ബുക്ക് ഓതി, ഇതിൽ നിന്ന് മാറി നിന്നു. വഅമില ലിമാ ബഅദൽ മൗത്ത്. നാളേക്ക് വേണ്ടി അധ്വാനിച്ചു, അവനാണ് ബുദ്ധിമാൻ. നാളേക്ക് വേണ്ടി അധ്വാനിച്ചു. ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. 500ഓളം കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് തോമസ് ആൽവാ എഡിസൺ. അയാളുടെ മരണത്തെ ഒരു മാസം നീട്ടിവെക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. മൗലവി ഷാഫി തങ്ങൾ ഹിജറ 150 ജനിക്കുന്നത്. 204 വഫാത്താകുന്നു. 54 കൊല്ലം മാത്രമാണ് ജീവിച്ചത്. 54 കഴിഞ്ഞ ആളുകൾ ബാക്കിയുള്ള ആയുസ് ബോണസാണെന്ന് മനസ്സിലാക്കണം.
രണ്ടാം ഷാഫി എന്ന രീതിയിൽ ലോകത്ത് വിജ്ഞാനം നിറച്ച ഇമാമുന നവവി റളിയല്ലാഹു അൻഹു 45 വർഷം മാത്രമാണ് ജീവിച്ചത്. ലോകത്തിന്റെ നായകർ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സ് മാത്രമാണ് ജീവിച്ചത്. അവിടുത്തെ സന്തത സഹചാരി നേലുപോലെ തന്നെ പിന്തുടർന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 63 വയസ്സ് മാത്രമാണ് ജീവിച്ചത്. ഒടുവിൽ നമുക്കും ആ ദിനമെത്തും. ഈ പ്രഭാഷണം പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പൂർത്തിയാവുന്ന പോലും എനിക്ക് ഉറപ്പില്ല. ഇത് നിർത്തിയേ പറ്റൂന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിർത്തണം. എന്നാൽ പോലും ഈ ഒരു 2 മിനിറ്റ് എടുത്ത് ഇതൊന്ന് കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. അത് കേട്ട് മനോഹരമായി വീട്ടിലെത്തുമെന്ന് നിങ്ങളും പ്രതീക്ഷിക്കരുത്. ഇതാണ് മനുഷ്യൻ. കപ്പൽ നിർമ്മിക്കാൻ പറ്റും, പക്ഷേ ആ കപ്പലിൻ്റെ ദിശ നിർണ്ണയിക്കുന്നിടത്ത് പാളും. സമ്പത്ത് സ്വരൂപം കൂട്ടാൻ പറ്റും, അത് ഉപയോഗപ്പെടുത്താൻ ചിലപ്പോൾ അധികാരമില്ലാതായി മാറും. ഇഷ്ടം പോലെ പണം ഉണ്ടാവും, ഇഷ്ടം പോലെ ഫ്രൂട്ട്സും ഭക്ഷ്യപദാർത്ഥങ്ങളും ഉണ്ടാവും, ഒന്നും തൊടാൻ പറ്റൂല. നല്ല ഇഷ്ടമായിരുന്നു മത്തി, പടച്ചോനെ യൂറിക് ആസിഡ്. നല്ല ഇഷ്ടമായിരുന്നു കൈപ്പങ്ങ, പടച്ചോനെ യൂറിക് ആസിഡ്. നല്ല ഇഷ്ടമായിരുന്നു മാമ്പഴം, പടച്ചോനെ ഷുഗർ. നല്ല ഇഷ്ടമായിരുന്നു മൂപ്പർക്ക് രാവിലെ പ്രാതലിന് പിട്ടും കടലയും, പടച്ചോനെ ഷുഗർ. എത്ര മനുഷ്യന്മാരുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, പക്ഷെ വായക്കൊരു തുള്ളി വെക്കാൻ പറ്റൂല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. എല്ലാം റബ്ബിന്റെ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സഹാബിവര്യന്മാർ, ഉമറുൽ ഫാറൂഖ് തങ്ങളൊക്കെ ശമ്പളം വാങ്ങാതെ ബുദ്ധിമുട്ടി. ശമ്പളം വാങ്ങൂല, വല്ലാതെ കുടുങ്ങി, കുടുംബം കുടുങ്ങി. ഒരു ഇതപ്പനയുടെ മെട്ടൽ വെട്ടിയിട്ടിട്ട് അതിലാ കടന്നുറങ്ങല്ലോ. തലയണ 25,000 ഉറുപ്പിക എടുത്ത പെപ്സിന്റെ തലയണ അല്ലായിരുന്നു. വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുക്കാൻ പറ്റുന്നതല്ലായിരുന്നു. മണൽ കൂട്ടി വെക്കും, കപ്പക്ക് തറടിക്കുന്നത് പോലെ. അതിൻ്റെ മുകൾ ഭാഗം ഒന്നിട്ട് പരത്തി സോഫ്റ്റ് ആക്കും, അത് തല വെച്ച് സുന്ദരമായി ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ആ ഈത്തപ്പനയുടെ ഈ ഒരള്ള പട്ട ശരീരമാസകല അമർന്നിട്ട് പാട് വന്നിട്ടുണ്ടാകും. അലിയാർ തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബാക്കറാം ഒരു യോഗം ചേരുന്നുണ്ട്. അമീറുൽ മുഅ്മിനീനോട് ശമ്പളം വാങ്ങാൻ പറയണം, ഒരു തലയണ നിർമ്മിച്ചു കൊടുക്കണം. തീരുമാനമൊക്കെ എടുത്തു. ഇനി ഇത് ആര് പറഞ്ഞു കൊടുക്കുന്നുള്ളിടത്ത് ആശങ്കയായി. ഓരോരുത്തർ എസ്കേപ്പായി. കാര്യം ഉമർ റളിയല്ലാഹുവിനോട് അത് പോയി പറയാനുള്ളത്. അവസാനം അവരൊരു ബുദ്ധി പ്രയോഗിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹയെ സമീപിക്കണം. സ്വന്തം മോളാകയാൽ ഉമർ റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്നു, പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാകയാൽ ബഹുമാനിക്കാൻ നിർബന്ധിതനാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഇവരുടെ പ്രേരണ കൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചരിത്രത്തിന്റെ അനർഘമായൊരു സന്ദർഭം. വിക്കി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങ് ശമ്പളം വാങ്ങണം, ഞങ്ങളൊരു തലയണ നിർമ്മിച്ച് തരുന്നുണ്ട്. ഒരു പഴന്തുണി നിരത്തി വെക്കുക, ഈത്തപ്പനയുടെ ഓലകൾ പീസാക്കി അതിൽ കൂട്ടി വെക്കുക, ആ 4 മൂലയും കൂട്ടിക്കെട്ടുക, എന്നിട്ടൊന്നിട്ട് അമർത്തിയിട്ട് തല കുത്തനെ കമത്തി വെക്കുക. ഇതാ തലയണ. നിങ്ങളെ ശമ്പളം വാങ്ങണം, കുട്ടികളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഉമർ ഫാറൂഖ് തങ്ങൾ പ്രിയപ്പെട്ട മോളോട് ചോദിച്ചു, മോളെ നീ എൻ്റെ വീട്ടിൽ വളർന്ന ആളാ, നിനക്കിത് പറയാൻ ധൈര്യം ഉണ്ടാവില്ല, ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഹഫ്സ ബീവി മിണ്ടാതെ പിടിച്ചു നിന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ പതിയെ എഴുന്നേറ്റിട്ട് തൻ്റെ മോളെ ചേർത്ത് നിർത്തി. കുട്ടി, ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും എൻ്റെ 2 കൂട്ടുകാരും ഒന്നിച്ചൊരു യാത്ര തുടങ്ങിയതാണ്. 2 പേരും അവരുടെ ലക്ഷ്യസ്ഥാനം പ്രാപിച്ചു. മുത്ത് റസൂലും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഒരു തരിമ്പ് സ്വത്തില്ലാതെ മൊത്തം ദാനം ചെയ്ത് അവിടുന്ന് ജീവിച്ചു. എൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് മുത്ത് റസൂലിൻ്റെ നേലായി ഗാർസോറിൽ പിന്തുടർന്നു. 2 പേരും മരണപ്പെട്ടവരുടെ ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അവരനുഭവിക്കാത്തൊരു സന്തോഷം എനിക്ക് വേണ്ട മോളെ. നീ മറന്നുപോയോ നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ അഭിമാനപുത്രൻ അബ്ദുല്ലാഹിബിൻ ഉമറിനെ പൊക്കി നിർത്തിയിട്ട് അള്ളാന്റെ റസൂൽ തൻ്റെ മോൻ്റെ 2 കൈയിലും 2 ചുമലിലും കൈവച്ച് കണ്ണോടുടുക്കി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആർദ്രമാം സ്വരത്തിൽ ഒരു കാര്യം പറഞ്ഞത് മോളെ നീ മറന്നുപോയോ? യാ അബ്ദുല്ലാഹ് കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്. അബ്ദുല്ലാ, ഈ ദുന്യാവിൽ നീ ഒരു വിദേശിയെ പോലെയാകണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ കബറാളികളുടെ കൂട്ടത്തിൽ നീ പരിഗണിക്കണം.
നിന്റെ പ്രിയപ്പെട്ട സഹോദരനാകുന്ന എൻ്റെ അഭിമാനപുത്രൻ അബ്ദുള്ളയുടെ ചുമലിൽ കൈവച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്, മോളെ ഹഫ്സ, നീ മറന്നുപോയോ? നീ അങ്ങനെ മറന്നുപോയോ? പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ യാത്ര ഇങ്ങനെയൊക്കെ തന്നെ പൂർത്തിയാക്കട്ടെ. എന്നോട് മുത്തറസൂൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റൂമിക്ക് ചെന്നപ്പോ ആ റൂമിൽ ഒരു ഈത്തപ്പന ഓലയിൽ റസൂലുള്ളാഹി കിടക്കണം. ഒരു തോൽപാത്രത്തിൽ ഇത്തിരി കുടിക്കാനുള്ള വെള്ളം, തോൽ ഉറക്കിടാൻ ഔഷധവീര്യമുള്ള കുറച്ച് ഇലകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നാലാമത്തൊരു സംഭവം ആ റൂമിലില്ലായിരുന്നു. വിശപ്പ് കാരണം എൻ്റെ ഹബീബിൻ്റെ വയറ് താഴേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കരച്ചിൽ വന്നു മോളെ, ഞാൻ അങ്ങനെ കരഞ്ഞു. എൻ്റെ കരച്ചിൽ കേട്ട് മുത്തറസൂൽ എഴുന്നേറ്റു. എന്ത് പറ്റിയെന്ന് എന്നോട് ചോദിച്ചു. ഒന്നുമില്ല റസൂൽ, കിസ്റയെ കുറിച്ച് ഞാൻ ആലോചിച്ചു, കൈസറിനെ കുറിച്ച് ആലോചിച്ചു. എന്തൊരു സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത്, എന്തൊക്കെ ആനുകൂല്യങ്ങളാണുള്ളത്, എന്തൊക്കെ ആഡംബരങ്ങളായുള്ളത്. പഞ്ചാമരം വീശാൻ സുന്ദരികളാകുന്ന പെണ്ണുങ്ങൾ, 6-7 നേരം മൃഷ്ടാന്ന ഭോജനം, കാവൽക്കാർ, സന്തോഷം, മെനുമെനുത്ത പട്ടുമെത്തകൾ. ലോകത്തിന്റെ നായകൻ ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോ എനിക്ക് കരച്ചിൽ വന്നു റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ച് മുത്തറസൂൽ ചോദിച്ചു, അമാ തർലായ ഉമർ, ഉമറെ അങ്ങേക്ക് ഇഷ്ടല്ലേ അവർക്കൊക്കെ ഈ ദുന്യാവ് പറുദീസയാകുന്നതും നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഇടമാകുന്നതും? അവരുടെയൊക്കെ സന്തോഷം ഇവിടെ തന്നെ തീർന്നു പോകുന്നതും നമ്മുടെ സന്തോഷം ഇവിടെ നിന്നുള്ള യാത്രയിൽ ആരംഭം കുറിക്കുന്നതും. അവരൊക്കെ ഇവിടുന്ന് തീർന്നു പോകും, എല്ലാ ആഘോഷവും തീരും, അവരുടെ നെകളിപ്പ് അവസാനിക്കും. നമ്മുടേത് തുടങ്ങാനിരിക്കണേ ഉള്ളൂ ഉമറെ, അത് അങ്ങേക്ക് സന്തോഷല്ലേ? ഇത് ഓർത്താണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് എനിക്ക് ശമ്പളവും വേണ്ട തലേണിയും വേണ്ട എന്ന് പറയണത്. അത്തരം ഹലാലായ ആവശ്യങ്ങളെയും ദുന്യാവിനെയും പരിഗണിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ദുന്യാവ് ആഖിറത്തിന് തടസ്സാവരുത്. നമ്മുടെ മൊബൈൽ ഫോൺ ആഖിറത്തിലും ഖബറിലും നമുക്ക് തടസ്സാവരുത്. നമ്മൾ 3 മാസത്തേക്ക് കയറ്റിയ ഡെയിലി 2 GB ഇന്റർനെറ്റ് ഒരിക്കലും നമ്മുടെ ആഖിറത്തിലേക്കുള്ള യാത്രയിൽ വാരിക്കുഴി തീർക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, ഇൽമ് നേടിക്കൊണ്ടിരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇൽമിൻ്റെ മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും ഒക്കെ അവർ ഈ രംഗത്തെ സേവകരാണ് എന്നതിനാൽ മാത്രം ഇഷ്ടപ്പെടുക, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ നടത്താൻ പോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇനി സംഘടിപ്പിക്കാൻ പോകുന്ന ഓരോ സംരംഭത്തിലും ഓരോ പുരോഗമന പ്രവർത്തനത്തിലും നിങ്ങളുടെയൊക്കെ അഗൈതവമായ പിന്തുണയും സഹകരണവും ഉണ്ടാവുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.